എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ ലേല് നമ്മുടെ മുന്നിൽ നിന്ന റൂമിൽ നമ്മൾ വന്ന് എത്തിയിട്ട് കൊടുക്കാം. അവിടെ വന്നപ്പോൾ ജലദോഷമൊക്കെ ഞാൻ അന്ന് പോകുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടാ ഇപ്പോൾ ഫുള്ള് കൃഷിയായി തുടങ്ങി ഇവിടെ. എന്തിട്ടാണെന്ന് അറിയില്ല കേട്ടാ. അങ്ങനെ നമ്മുടെ സൈക്കിൾ അടിയിലേക്കുണ്ട്, അത് പോയി നോക്കണമെന്ന്. സാധനങ്ങളൊക്കെ അവിടെ എടുത്തിട്ട് വരി വലിച്ചിട്ടുണ്ട്. ഡ്രസ്സുകൾ അങ്ങനെ ഇവർ പാകില്ല. ഇന്നലെ മഴ പെയ്തായിരുന്നു, ഹീറ്ററൊക്കെ വെച്ചിട്ട് പിടക്കണേ. അങ്ങനെ മക്കളെ കാര്യങ്ങൾ. മൂക്കടഞ്ഞിട്ട് ഭയങ്കര സീനായിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ സൈക്കിളോട്ട് ഇരിക്കുന്നുണ്ട്. സൈക്കിളിൻ്റെ എന്താ അവസ്ഥ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം ആദ്യം. സൈക്കിൾ ഉണ്ട് കഴിഞ്ഞാൽ അറിയാം ബാക്കി എന്താ അവസ്ഥ എന്നുള്ളത്. വേറെ റൂം കണ്ടില്ല. ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക വൈബാ ഉണ്ടല്ലേ. ആദ്യം വെളിച്ചം ഉണ്ടല്ലേ. മുകളിലൊക്കെ ഫുള്ള് മരങ്ങളുണ്ട് കണ്ടവരേ. മുകളിൽ കുറേ റൂമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നാളെ തന്നെ വന്നിട്ട് ഒരു വലിയ ഗമ്മണ്ട റൊട്ടി അത് ചറങ്ങുമില്ല. ചായയും ഒക്കെ തരൂല്ല. നല്ല സ്നേഹമായിട്ട് ഇരിക്കും. എന്നാലും രാത്രി വന്നപ്പോൾ കാണുന്നതിൻ്റെ സ്നേഹം. നായനെ കണ്ട എൻ്റെ എന്താ ജർമ്മൻഷിപ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രാവശ്യം കണ്ട്. ഇത് ഇവിടുത്തെ ആളുടെ അച്ഛൻ ഏക്കായേ ബൈ. ആ എബ്രിക്കോട്ട് ഇതാണ്. എബ്രിക്കോട്ടിൻ്റെ ചെടിയുടെ കണ്ടാ കണ്ട എബ്രിക്കോട്ട്. നമ്മുടെ സൈക്കിളിൽ നോക്കിയേ. ഞാൻ വന്നപ്പോൾ ആൾ പറയുക അത് കുറച്ചൊന്ന് തുടച്ചിട്ടുണ്ട്. ആള് കുറച്ച് സൈഡ് എടുത്തിട്ട് മര വെച്ചിട്ടിരിക്കണേ തന്നിട്ട്. എയർ കുറഞ്ഞിട്ട് നോക്കട്ടെ. എയർ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ, കാര്യമില്ല. അതൊക്കെ പൊട്ടിപ്പോന്നു. ബോർഡ് ടയറൊക്കെ ഉരുകളാണ്. നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കൊണ്ടുപോയിട്ട് വെറുതെ ഗ്രീസ് ഓയിലൊക്കെ അടിച്ചിട്ട് എയറൊക്കെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് വരാം. പിന്നെ സ്റ്റാൻഡ് പൊട്ടിന് സ്റ്റാൻഡ് ഒന്ന് റെഡി ആക്കണം. അതൊക്കെ റെഡി ആക്കിയിട്ട് വരാം. അതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ പരിപാടി. വേറെ പരിപാടികളൊന്നും എൻ്റെ അറിവിൽ ഇപ്പോൾ കാണാനില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്നെ തണവൊക്കെ കൊള്ളുമ്പോഴേ സമാധാനം. ഇന്നലെ രാത്രി ഗംഭീര മഴയായിരുന്നു ഇവിടെ. ഈ വേല ओके ज़्यादा है ये फर्स्ट टाइम है इधर. ये 3 साल है. 3 साल हो गया. 3 साल हो गया. हाँ हाँ ओके. हाँ ये इसको എബ്രിക്കോട്ട് ഇങ്ങനെ 3 കൊല്ലമായി എന്നാണ് പറഞ്ഞപ്പോൾ. അത് അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഞാൻ മെല്ലെ ഭൂമി പോയിട്ട് സൈക്കിള് എടുത്തിട്ട് ഒന്ന് ഇറങ്ങട്ടെ. കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും പോയിട്ട് അങ്ങനെ നമ്മൾ ആദ്യം പോയിട്ട് നമ്മൾ പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലേക്കുള്ള ബോർഡൊക്കെ ഇടാനായിരുന്നു. അതൊക്കെ റെഡി ആക്കിയാൽ മതി. ഇപ്പോൾ ബാക്കിലേക്കുള്ള ബോർഡാണ്. ആ ബോർഡ് ഇവിടെ കെട്ടിട്ട് ചേർല അത് സ്ക്രൂ ചെയ്ത് വയ്ക്കാൻ വേണ്ടി നോക്കണം. അത് എപ്പോഴും ഊരിപ്പോയി. അപ്പോൾ ഒരു എന്താ പറയുക ഒരു സ്റ്റിക്കർ ഷോപ്പ് കിട്ടിയെന്ന് പറയും ഇവിടെ. ആ സ്റ്റിക്കർ ഷോപ്പിൽ കയറി സെറ്റായി കണ്ടില്ലേ. അവിടെ സെറ്റാക്കുന്നുണ്ട്. പ്രിൻ്റ് എടുക്കുകയാണ് അവിടെ. പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിൻ്റെല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുക മാറ്റിയിട്ട്. അതൊക്കെ ആകെ പറഞ്ഞിട്ടൊക്കെ പകുതിയൊക്കെ പോയി. അപ്പോൾ അത് സെറ്റാക്കണം. ഇനിയിപ്പോൾ മറ്റൊരു ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതിൽ മറ്റേ ബാപ്പുവിന് പനിയാന്ന് പറഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ സൈക്കിള് റെഡിയാക്കാൻ കൊണ്ടുപോയപ്പോൾ ഇതിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ ആൾ കൊണ്ടുപോയപ്പോൾ. അപ്പോൾ പിന്നെ എയർ അടിച്ചിട്ട് പോകുന്നു. പിന്നെ ഇനിയിപ്പോൾ ഓയിൽ കാര്യങ്ങളൊക്കെ എൻ്റെ എല്ലാം ഉണ്ട്. ഓയിലൊക്കെ ഞാൻ തന്നെ പോയിട്ട് അടിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും. പിന്നെ സ്റ്റാൻഡിൻ്റെ സ്ക്രൂ ചോദിച്ചപ്പോൾ സ്റ്റാൻഡ് സ്ക്രൂ എടുത്തിലും കിട്ടാനില്ല. അങ്ങനെയാണ് പരിപാടി. ഇതാണ് സ്റ്റിക്കർ. ഇതെന്ന് പറഞ്ഞാൽ മിലിറ്ററിക്കാരൻ മാത്രം കാര്യങ്ങൾ ചെയ്ത് തുറക്കുന്ന ഷോപ്പാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മിലിറ്ററിക്കാർക്ക് അവരുടെ മേത്തുള്ള ബാഡ്ജ് വെച്ച് കൊടുക്കുക, അവരുടെ അതിൻ്റെ ഉള്ളിക്കുള്ള സാധനങ്ങൾ അങ്ങനത്തെ വിൽക്കണമെന്നുണ്ട്. ഇയാൾ ചോദിക്കുക ആരും നമുക്ക് കടയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇവിടെ കുറേ നടന്നുണ്ട് ഒരു കട കിട്ടാൻ കിട്ടുമോ എന്ന് പറഞ്ഞു ചോദിച്ച സമയം. അങ്ങനെയാണ് പരിപാടി മക്കളെ. സ്റ്റിക്കർ അടിച്ച് സെറ്റായിട്ട് കഴിഞ്ഞാൽ നോക്കട്ടെ. आप जाके बैंक में ये बात बोलोगे तो वो सही नहीं लगेगा ना. इसलिए तो चिड़े पड़े हैं सारे. इस ब्रांच में भी जाके बोला उन्होंने. ठीक है, इस ब्रांच में जाके उन्होंने बोला है कि हमने साइन खुद किए हुए हैं. നോക്കട്ടെ. ऐसा मत बोलो ना. ഫ്രീ ബോർഡ് സെറ്റായിട്ട് കേട്ടോ. അങ്ങനെ ഞാനേ ഇപ്പോൾ ഇത് ഡീൽ ചെയ്യട്ടെ. ഇങ്ങനെ കാര്യങ്ങളൊന്നും ചോദിച്ചോക്കട്ടെ അവരോട്. അങ്ങനെ നമ്മൾ ഹിപ്പി ഗോത്രൻ അവിടെ എത്തിയിട്ടുണ്ട്. കേട്ടില്ല ഇവരുടെ സൈക്കിള്. ഞാൻ ഇവരുടെ റൂമൊന്ന് കാണാൻ വന്നതാ. ഇന്നലെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വൈകുന്നേരം ആയാലും പിന്നെ വീഡിയോ ഒന്നും എടുക്കാമെന്നില്ല. എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്ഷീണമൊക്കെ അറിയാം.
ഇന്നലെ രാത്രി മച്ചമ്പി ഇവിടെ അങ്ങോട്ട് എത്തിയതിന്റെ ശേഷം ഇങ്ങനെ നിക്കാൻ കഴിയില്ല. പനിച്ചില്ല രാത്രി തണ്ടലൊക്കെ നീരിറങ്ങിന്റെ. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, റഷീദ് ഭായിനോട് ചോദിച്ചോ, അത് ഒരു പേടിയും പഠിച്ചില്ല. ഇവിടെ വന്ന എല്ലാവരും 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി. 2 ദിവസം റെസ്റ്റ് എടുക്കുക, സുഖമായിട്ട് പാസ് എടുത്താ. എത്ര ദിവസത്തേക്കുള്ളതാ? ഞങ്ങള് മൂപ്പര് 10 ദിവസം 10 ദിവസം കഴിക്കൊന്നുമില്ല. അപ്പൊ കുഴപ്പമില്ല, 2 ദിവസം ഒന്നാലും കുഴപ്പമില്ല. പൈസ ഇല്ല 450 രൂപ. അതന്നെ അന്ന് ഞാൻ പറഞ്ഞു 450 രൂപ. 3 ദിവസത്തിനാണെങ്കിലും സെയിം റേറ്റിന് ഉണ്ടാവൂലേ? അങ്ങനെ ഇവര് ഇന്നലെ നിന്ന റൂം ഇതാണ് കണ്ടില്ലേ. നമുക്ക് അവിടെ മറ്റേ റൂം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ അങ്ങോട്ട് വിട്ടു. കുറച്ച് ആൾക്കാർ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ പണിക്കാരൻ, മെയിൻ പണിക്കാരനാ. ഇത് മെയിൻ ഷെഫ്. എവിടുന്ന്? ദുബായിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്. കണ്ടാ സെറ്റപ്പ് ആയിട്ടില്ലേ? ഒന്നുമില്ല, ഷീറ്റ് ഇട്ടിട്ട് നല്ല ആംബിയൻസ് കേട്ടോ, നല്ല കാറ്റും വീശും. അങ്ങനെ അതിൽ ബൊഫേ സെറ്റപ്പിലെല്ലാം കഴിക്കാണ്ടാ. ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഇതൊന്നും പാത്രത്തിലെ ഒരു പറ്റിക്കുക. അങ്ങനെ മക്കളെ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞ് മെല്ലെന്ന് റൂമിൽ പോകണം, എന്നിട്ട് റെസ്റ്റ് എടുക്കണം കുറച്ച് നേരം കൂടി. നാളെ പോകണ്ട. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ മാർക്കറ്റിൽ വന്നപ്പോൾ കണ്ടതാട്ടോ. നോക്ക് ഡാൻസ് തന്നെ ഫുള്ള്. തിരക്കാണ്ടോ അവിടെ. ഇത്ര കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇവിടെ ആളുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ത് തിരക്കാൻ നോക്കി. ഇവിടെ ഡാൻസ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നല്ല തിരക്കവിടെ. നിൽക്കാൻ എളുപ്പമല്ല. അപ്പൊ ഞാൻ വേഗം ഉള്ളിൽ പോകുന്നതല്ലേ, വന്നിട്ട് വന്നൊരു കാര്യമില്ലല്ലോ. ഇവിടെ ആൾക്കാർ കുറവാട്ടോ. അവിടെ തന്നെ കൂടുതലുള്ള. നമുക്ക് ഇപ്പോൾ അടിക്കിറങ്ങാൻ നോക്കാം. വേണ്ട മാർക്കറ്റിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. വലിയ കാര്യം എന്ന് പറയാനുള്ളതൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. മക്കളൊന്നും പറയണ്ട. എന്താ ചെയ്യാല്ലേ? നോക്കി നോക്കാം. ഇനി മറ്റവർ ഇവിടുന്ന് വരാന്നുണ്ട്. ഇനി ഇവർ എപ്പോഴാണ് വരിക എന്നുള്ളത് എത്തുമ്പോഴത്തേക്ക് അത് ഞാൻ ആലോചിക്കണേ. എത്ര നേരം എന്നുള്ളതൊന്ന് കണ്ടറിയേണ്ടി വരും. ഇനി നോക്കി നോക്കാം. എന്തായാലും ഇവിടെ എവിടെ ഒരു സൈഡായിട്ട് കുറച്ചായിട്ട് ഇരിക്കുക വയ്യ. അവർ വരാഞ്ഞ് അവരവിടെ നിന്ന് നടന്നിട്ട് മണിക്കൂർ സമയമൊന്നും ഇനി പറഞ്ഞ പോലെ. ലൈ മാർക്കറ്റ് കണ്ടില്ല? ലൈ മാർക്കറ്റ് കുട്ടീനെ നോക്കി എന്ത് ഭംഗിയാന്ന്. ചെറിയ കുട്ടികളെ നോക്കി. അയ്യോ നോക്ക കടഞ്ഞാകൊണ്ട പരിവായി. അങ്ങനെ നാളെ കാലത്ത് നമ്മൾ മണാലി റൂട്ട് പിടിക്കാൻ പോവാണ്. ഈ പരിപാടി നടത്തി. തണവായ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. ഒന്നും പറയണ്ട. മെല്ലെ ഇവിടെ കുറച്ച് ഇടവേള സൈഡായിരിക്കാൻ നോക്കട്ടെ. അവർ വരുന്നവരോട് ഇരുന്നിട്ട് നല്ല പോകാൻ നോക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ റൂമിലേക്ക് വന്നു. 10 മണിയായ സമയം. ഞാൻ അവിടെ വന്നപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരിക. കോഴിമുട്ടയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തന്നുണ്ട്. ഹായ് ഹായ്. तुम्हारा खाना हो गया? तुम्हारा हो गया? हाँ. मेरे पन्ना जो ये सीट है क्या? मुझे क्या समझ लीजिए ये पुडिंग का सीट है. അങ്ങനെ ഇവർ വന്നിട്ട് ചേച്ചി ആള് പുറത്തേക്ക് പോയി പറഞ്ഞ അച്ചാച്ചനെ ഓർമ്മയുണ്ട്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുത്തുക. പിന്നെ അപ്പുറത്ത് എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ അപ്പുറത്തിരിക്കും. ഞാൻ നേരം വൈകിയൊന്നുമില്ല കാരണം അങ്ങനെ
നല്ല രസമില്ലാണ്. ആ അങ്ങനെ ഫുഡ് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. മുട്ടയൊക്കെ ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിക്കാം. അങ്ങനെ റൂമിലെത്തി മക്കളെ. ഇനി റൂമിൽ പാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ മുന്നിൽ ഇരുന്ന സാധനങ്ങളൊക്കെ ആകെ പൊടി പിടിച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടു. ഫുള്ള് സാധനങ്ങൾ നോക്കി, ഇതാകെ സാധനങ്ങൾ. അതിപ്പോൾ എവിടുന്ന് ഇപ്പം ഞാൻ തുടങ്ങണ്ടേ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നോക്കി ഒരു കുന്ന് സാധനങ്ങളുണ്ട് ഇവിടെ. എന്താ ചെയ്യണ്ടേ മനസ്സിലാവുന്നില്ല. എവിടുന്ന് ഇപ്പോൾ തുടങ്ങുക? ആകെ സീനായി. എന്തായാലും നോക്കട്ടെ, എന്തായാലൊക്കെ ഭാഗം ഉണ്ടാവും. അല്ല പിന്നെ ശരി മക്കളെ, ഞാനൊക്കെ ഒതുക്കിയൊക്കെ ഏട്ടാ പോയിട്ട് അതിലെ കുത്തിയോ.
ഒക്കെ സെറ്റായി മക്കളെ. അല്ല ഇത് ചെറുതല്ലോ, ഇതൊക്കെ എടുത്തേക്ക് ഞാൻ വണ്ടി കൊണ്ട് കയറ്റിയ ബാത്റൂമിൽ തുറത്തുണ്ട് തന്നെ. അപ്പോൾ ശരി മക്കളെ, ഗുഡ് നൈറ്റ്. വയ്യാണ്ടായി. ഓ ഇതൊക്കെ ഒതുക്കാറും വെളുപ്പുള്ള ദിവസം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.